പറഞ്ഞാൽ എങ്ങനെയാണ് ഫുള്ളായിട്ട് എന്തോ ഒരു സൂക്കട് വരൂല ഇങ്ങനെ അല്ലെ? ഇപ്പം അതെ, മഞ്ഞപ്പിത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് അല്ല ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ഒന്നിച്ചോ അതിനെന്നാ പിരിഞ്ഞതില് ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോസുകൾ അപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രേ ഉള്ള ഒരു മിനിറ്റോ ഡാഡ കൊണ്ട് അടിച്ചാല് അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയ എന്താ പറയാ ഒന്നും ഇല്ലാത്തത് ഉണ്ടാക്കാനും ഉള്ളത് ഇല്ലാണ്ടാക്കാനും ഒക്കെ സോഷ്യൽ മീഡിയക്ക് പറ്റും. അത് അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് എത്രത്തോളം എന്താ പറയാ ഏത് വാർത്ത ആയി കഴിഞ്ഞാലും അത് സത്യമാണോ അല്ലെന്നൊന്നും ഫേക്ക് ന്യൂസ് ഒക്കെ വരും. അപ്പം സത്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഫേക്ക് ന്യൂസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ നമ്മളെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ഫേക്ക് ആണോ അല്ലേ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും എത്ര അറിഞ്ഞാലും ഇങ്ങനത്തെ നെഗറ്റീവ് എന്തോന്ന് കേൾക്കുമ്പോഴേക്കും ആൾക്കാരെ ഉള്ളിലേക്ക് വരുന്നൊരു ചോദ്യമാണ്, ഇനിയിപ്പം മറ്റേ സലീംകുമാർ ചോദിച്ചപ്പോണം ഇനിയിപ്പം അഥവാ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടോ, അതുപോലെ ഇനിയിപ്പം അഥവാ ഒരു തെറ്റിക്കണോ അങ്ങനെ എന്നൊക്കെ. അപ്പൊ കേസ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പരിപാടിക്ക് വന്ന സമയത്ത് ഇവിടെ ഉള്ള വേറെ കുറെ ആൾക്കാരും എന്റെ ഇടയ്ക്ക് ക്ഷമിക്ക് എന്താ പറയാ അല്ല ആയിഷുവിനെ പിന്നെ കാത്തു കാണുന്നു പറഞ്ഞ അവന് വീഡിയോ ഓണാക്കി അതെ അപ്പൊ നല്ല വെയിലുമാണ് തലവേദന ആവുക. അപ്പൊ ഏതായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പം മരിക്കാതെ ഒരാൾ മരിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടാവും അല്ലെ? മരിക്കുക ഒരാളിങ്ങനെ കേൾക്കുക. ഇപ്പൊ ഞാൻ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് വരുന്നത് എത്രത്തോളം നമ്മൾ അനുഭവിക്കുന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഫേക്ക് ന്യൂസാണ് ഈ പരിപാടി ആയാലും ഈ ഡിവോഴ്സിന്റെ കാര്യമാണെങ്കിലും. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കാം. ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം പോലും നമുക്ക് അറിയില്ല. ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. ഈ വിശ്വാസമാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് പല രീതിയിലൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ ഇതേണൊക്കെ പറയാൻ മെയിനൊരു കാരണമെന്ന് പറയുന്നത് ഈ ഷെഫിയുടെ തന്നെ ഒരു സ്വഭാവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിൽ ഭയങ്കര ഇമ്മച്വർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതേണക്കത്തുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ആ ക്ഷമയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാതെ എന്ന് ഒരുപാട് പേര് പറയുന്നത്. പലവട്ടം നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അവരിൽ പലവട്ടം ഉണ്ടെങ്കിൽ ഷെഫി ഉണ്ടെങ്കിൽ പലവട്ടം ക്ഷമയെടുത്ത് പറഞ്ഞിട്ടുണ്ട് വയസ്സ് എത്ര അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഈ ക്ഷമിക്കുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ആൾക്കാരെ കളിയാക്കുന്നോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കണക്ക് വയസ്സിനെ പറ്റി കളിയാക്കിയിട്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ ഈ ഷെഫി വീഡിയോയ്ക്കകത്ത് ഇതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയാണ് വയസ്സ് അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരെ കുത്തി കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സോ അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതേ കണക്കൊന്ന് അവനെ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരെന്തിനാ ഇതേ കണക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് വിട്ടിട്ട് പോകണമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഒരുപാട് പേര് വിചാരിച്ചത് ഇത് കണക്ക് പിരിഞ്ഞ് അങ്ങനത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ. എന്തായിരുന്നാലും ശരി, അവർ നല്ലോണം നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് തന്നെയാണ് നല്ല കാര്യം. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.